ഇന്ത്യയുടെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന മേഖലയാണ് റോഡ് ഗതാഗതം. രാജ്യത്തിന്റെ വ്യാപാരവും വ്യവസായവും ഗ്രാമ-നഗര ബന്ധവും സാധ്യമാക്കുന്നത് ശക്തമായ റോഡ് ശൃംഖലയിലൂടെയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി റോഡ് ഗതാഗത രംഗത്ത് ഇന്ത്യ ഒരു വലിയ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരു വിപ്ലവത്തിലേക്കുള്ള മുന്നേറ്റം. നോക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. ഇന്ത്യൻ റോഡ് ഗതാഗത രംഗത്ത് ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് ഭാരത് ടാക്സി. ലോകത്ത് തന്നെ ആദ്യമായി സഹകരണ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ടാക്സി സേവനം എന്ന നിലയിലാണ് ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷായാണ് ഭാരത് ടാക്സി ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തത്. ഡ്രൈവർ തന്നെ ഉടമ എന്ന ആശയത്തെ ആധാരമാക്കിയുള്ള ഈ സംരംഭം കമ്മീഷനും സർജ് പ്രൈസും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ ഊബർ, ഒലെ, റാപ്പിഡോ തുടങ്ങിയ സ്വകാര്യ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകൾക്ക് നേരിട്ടുള്ള വെല്ലുവിളിയായി മാറുകയാണ്. സ്വകാര്യ ടാക്സി സേവനങ്ങളെ അപേക്ഷിച്ച് യാത്രാ നിരക്കിൽ 30% വരെ കുറവ് നൽകാനാണ് ഭാരത് ടാക്സി ലക്ഷ്യമിടുന്നത്. കമ്മീഷൻ ഒഴിവാകുന്നതിലൂടെ ഉണ്ടാകുന്ന ലാഭം നേരിട്ട് യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കായി കൈമാറുകയാണ് ഈ സഹകരണ മാതൃകയുടെ പ്രത്യേകത. ഇതോടെ യാത്രക്കാർക്ക് ചെലവ് കുറയും, ഡ്രൈവർമാർക്ക് വരുമാനം ഉയരും. ഇപ്പോൾ ഡൽഹി, ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഭാരത് ടാക്സി സേവനം ലഭ്യമാകുന്നത്. എന്നാൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലുടനീളം ഈ സേവനം വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. അങ്ങനെ സംഭവിക്കുമ്പോൾ ഭാരത് ടാക്സി ഇന്ത്യയിലെ മുൻനിര ടാക്സി പ്ലാറ്റ്ഫോമുകൾക്ക് ശക്തമായ ബദലായി മാറുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഭാരത് ടാക്സി നടത്തുന്നത്. ഡ്രൈവർമാരെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുക, സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുക, സാമൂഹിക സുരക്ഷ നൽകുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. ഇവിടെ ഡ്രൈവർമാർ വെറും സേവനദാതാക്കളല്ല, അവർ തന്നെയാണ് സംരംഭത്തിന്റെ ഉടമസ്ഥർ. ഓരോ ഡ്രൈവർമാർക്കും സഹകരണ സംഘത്തിൽ 5 ഓഹരികൾ വീതം ലഭിക്കും. സ്വകാര്യ കമ്പനികൾ ഓരോ യാത്രയിലും വലിയ തുക കമ്മീഷനായി ഈടാക്കുമ്പോൾ ഭാരത് ടാക്സിയിൽ കമ്മീഷൻ ഇല്ല. ആപ്പ് ഉപയോഗിക്കുന്നതിനായി ഡ്രൈവർമാർ ദിവസം 30 രൂപ എന്ന നിശ്ചിത തുക മാത്രം നൽകുന്നതാണ് സംവിധാനം. ഭാരത് ടാക്സിയുടെ ലാഭം നേരിട്ട് ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന ബിസിനസ് മോഡലാണിത്. ഇതിനകം തന്നെ 10 കോടിയോളം രൂപ ലാഭം ഡ്രൈവർമാർക്ക് കൈമാറിയിട്ടുണ്ട്. കൂടാതെ അപകട ഇൻഷുറൻസ്, പെൻഷൻ സൗകര്യം, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയും ഡ്രൈവർമാർക്ക് ലഭ്യമാക്കുന്നു. രാജ്യത്തെ മുൻനിര സഹകരണ സ്ഥാപനമായ അമുലടക്കം 8 സഹകരണ സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇതിനോടകം 3 ലക്ഷം ഡ്രൈവർമാർ ഈ പദ്ധതിയിൽ അംഗങ്ങളായി. 1 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10,000-ലധികം യാത്രക്കാർ ഇതിനകം ഭാരത് ടാക്സി സേവനം ഉപയോഗിച്ചു. യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഭാരത് ടാക്സി നൽകുന്നത്. ആപ്പിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ, ഹെൽപ്പ് ലൈൻ സേവനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാരുടെ പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായി ഡൽഹി പോലീസുമായി സഹകരിച്ച് 35 ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സാരഥികൾ എന്ന് വിളിക്കപ്പെടുന്ന ഡ്രൈവർമാരെ പശ്ചാത്തല പരിശോധന പൂർണ്ണമായി നടത്തിയതിനു ശേഷമാണ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തുന്നത്. ഇതുവഴി സേവനത്തിന്റെ വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ബൈക്ക് ദീദി എന്ന പ്രത്യേക പദ്ധതിയും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 150 വനിതാ ഡ്രൈവർമാർ ഈ പദ്ധതിയിൽ പങ്കാളികളായിട്ടുണ്ട്. സ്ത്രീകൾക്കും സ്വയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ പദ്ധതി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. സഹകരണ മേഖലയിലൂടെ സാധാരണക്കാർക്ക് ചെറിയ മൂലധനം ഉപയോഗിച്ച് വലിയ സംരംഭങ്ങൾ ആരംഭിക്കാനാകുമെന്ന മികച്ച ഉദാഹരണമാണ് ഭാരത് ടാക്സി എന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു. ഡ്രൈവർമാർക്ക് കൂടുതൽ ലാഭം മാത്രമല്ല, അന്തസ്സോടെയുള്ള ഉടമസ്ഥതയും ഈ പദ്ധതി ഉറപ്പാക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ ഗതാഗത രംഗത്ത് സഹകരണ വിപ്ലവത്തിന്റെ തുടക്കമായി ഭാരത് ടാക്സി മാറുമോ എന്നത് ഇനി വരാനിരിക്കുന്ന വർഷങ്ങൾ വ്യക്തമാക്കും. ദേശീയ ഹൈവേ വികസന പദ്ധതികൾ വഴി ഇന്ത്യ അതിവേഗം ആധുനിക ഹൈവേ ശൃംഖല വികസിപ്പിച്ചു വരികയാണ്. 4 വരിയും 6 വരിയും അടങ്ങിയ എക്സ്പ്രസ് വേകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, പുരിയാഞ്ചൽ എക്സ്പ്രസ് വേ പോലുള്ള പദ്ധതികൾ യാത്രാ സമയം വൻതോതിൽ കുറയ്ക്കുകയും ഇന്ധന ഉപയോഗം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത് ഗതാഗത കാര്യക്ഷമത കൂട്ടുന്നതിനൊപ്പം സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ഊർജം നൽകുന്നു. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പോലുള്ള പദ്ധതികൾ ഗ്രാമീണ ഇന്ത്യയെ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഇതിലൂടെ എളുപ്പമായി. ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെട്ടതോടെ ഗ്രാമീണ ജീവിത നിലവാരം ഉയർന്നു. ഉൾക്കൊള്ളുന്ന വികസനത്തിന്റെ അടിത്തറയായി റോഡ് ഗതാഗതം മാറുകയാണ്. റോഡ് ഗതാഗത രംഗത്ത് ഇന്ത്യ നടത്തുന്ന ഈ മാറ്റങ്ങൾ വെറും അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, അത് സാമ്പത്തിക വളർച്ചയുടെ എഞ്ചിനും സാമൂഹിക സമത്വത്തിന്റെ പാതയുമാണ്. സ്ഥിരത, സുരക്ഷ, സാങ്കേതിക വിദ്യ, ഈ 3 തൂണുകളിൽ അധിഷ്ഠിതമായ ഈ വിപ്ലവം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായി മാറും.